എൻ്റെ തേർഡ് പ്രഗ്നൻസിയിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നത്. അതുകൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാന്നല്ലാതെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഞാൻ കടന്നുപോയ സിറ്റുവേഷൻ എല്ലാ അമ്മമാർക്കും പ്രത്യേകിച്ച് മോം എന്റർപ്രനേഴ്സിനും മനസ്സിലാവുന്നുണ്ടാവും. കാര്യം നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ ഒരു സ്ഥാപനം റൺ ചെയ്യാന്ന് പറയുന്നത് തന്നെ ടാസ്ക്കാണ്. അതിൽ കൂടെ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, നമുക്ക് വളരെ നല്ലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഏതൊരു ഫേമും നന്നായിട്ട് റൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ പോസ്റ്റ്നാറ്റൽ സെൻറ്റേഴ്സ്. കാര്യം അവിടുത്തെ സ്റ്റാഫാണെങ്കിലും തെറാപ്പിസ്റ്റിൻ്റെ ടീം വർക്കാണെങ്കിലും ശരി, നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ടീം വർക്കാണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിയുള്ള സ്റ്റാഫ് മെമ്പേഴ്സും തന്നെയാണ് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സ്ട്രെസ് അനുഭവിക്കേണ്ടി വന്നില്ല എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എല്ലാവരും നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാരാണ്. എന്നിട്ട് പോലും ചോദിക്കൂലേ എവിടെ പോയി? എന്ത് പറ്റി? അതൊക്കെ നമുക്ക് ഭയങ്കര എനർജി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എത്രയോ പേര് നമ്മുടെ സെൻറ്റേഴ്സിൽ വന്നു പോകുന്നു. ആ പേഷ്യൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഈ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിന് സമാധാനം തരുന്നത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോസിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനിയും വീഡിയോസ് കാണണം. ഇനിയും ബാക്കിയുള്ള സപ്പോർട്ട് തരണം. താങ്ക് യു ഫോർ വാച്ചിങ്.